പറഞ്ഞപ്പോ പറഞ്ഞു അത് ഇനിയും കൊണ്ടുവന്നോളൂ. ഇതിന്റെ വില അറിയുന്നില്ല, വിയർപ്പിന്റെ വില മനസ്സിലാക്കുന്നില്ല, ജീവിതത്തിന്റെ വില മനസ്സിലാക്കുന്നില്ല, ആയുസ്സിന്റെ വിലയും മനസ്സിലാക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് 5 ഘട്ടങ്ങളാണ് ഒരു മനുഷ്യന് കടന്നു പോകാനുള്ളത്. അതിൽ ഓർമ്മിക്കേണ്ട സുപ്രധാനമായ വാക്യങ്ങൾ: നിങ്ങൾക്കൊരു വാർദ്ധക്യാവസ്ഥ വരുന്നുണ്ട്, അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ യൗവനം പ്രയോജനപ്പെടുത്തണം. നിങ്ങൾക്കൊരു രോഗാവസ്ഥ വരാനുണ്ട്, അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം പ്രയോജനപ്പെടുത്തണം. നിങ്ങൾക്കൊരു ദാരിദ്ര്യാവസ്ഥ വരാനുണ്ട്, അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ഐശ്വര്യം പ്രയോജനപ്പെടുത്തണം. അങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് ജോലി തിരക്ക് വരാനുണ്ട്, അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ഒഴിവു സമയം പ്രയോജനപ്പെടുത്തണം. നിങ്ങൾക്ക് മരണം വരാനുണ്ട്, അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം പ്രയോജനപ്പെടുത്തണം. 5 സുപ്രധാന കാര്യങ്ങൾ. KMCC വിശുദ്ധ ഖുർആന്റെ നിഴലിൽ ഈ 5 ഘട്ടങ്ങളും വിജയകരമായി പൂർത്തിയാക്കാനുള്ള ഒരു പ്രയത്നത്തിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ 5 ഘട്ടങ്ങളും വിജയകരമായ പരിസമാപ്തിയിൽ എത്തിക്കുമ്പോഴാണ് ഒരു മനുഷ്യന്റെ അർത്ഥപൂർണമായ ജീവിതം കൈവരിക്കാൻ സാധ്യമാകുന്നത്. അതുതന്നെയാണ് വിശുദ്ധ ഖുർആൻ. ഞാൻ മനസ്സിലാക്കുന്നത്, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തോട് ചേർന്ന്, മുസ്ലിം ലീഗിനോട് ചേർന്ന്, യൂത്ത് ലീഗിനോട് ചേർന്ന്, പ്രവാസി ലീഗിനോട് ചേർന്ന് വേദികൾ പങ്കിടുന്നു എന്ന് എന്നോട് എന്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവർ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആ ഓരോ വാചകത്തിനും അർത്ഥം കൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. മുഴുവൻ പേരുമല്ല, എങ്കിൽ പോലും അർത്ഥം കൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. ലോകത്ത് ഒരേ ഒരു വിശുദ്ധ ഗ്രന്ഥമേ ഉള്ളൂ. മനുഷ്യൻ ജനിച്ച് ജീവിച്ച് മരിച്ചടിയുന്നത് വരെയുള്ള ഓരോ ഘട്ടങ്ങളും നിശ്ചയിക്കപ്പെട്ടുകൊണ്ടുള്ള പ്രഖ്യാതമായ ഓരോ സൂക്തങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരേ ഒരു ഗ്രന്ഥം. ഞാൻ മനസ്സിലാക്കിയ രാമായണം പോലും അതല്ല. ജീവിതത്തിന്റെ ഒരേ ഒരു ഘട്ടം മാത്രമേ രാമായണം സ്പർശിക്കുന്നുള്ളൂ. പക്ഷെ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ജനിച്ച് ജീവിച്ച് മരിച്ച് മണ്ണടിഞ്ഞ് അതിനുശേഷമുള്ള കാലഘട്ടം പോലും എങ്ങനെയായിരിക്കണമെന്ന് നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. മനുഷ്യരോടുള്ള സ്ഥായിയായ ഭാവം, 10 രൂപ കൈവശമുണ്ടെങ്കിൽ സ്വരൂപിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 രൂപ പോലും ഇല്ലാത്തവന് കൊടുക്കണമെന്ന് പഠിപ്പിച്ച മതമാണത്. സക്കാത്തിന്റെ പുണ്യം പഠിപ്പിച്ച മതമാണത്. ഞാൻ ആരെയും തൃപ്തിപ്പെടുത്തുകയല്ല, എനിക്കാരും സക്കാത്ത് തരണ്ട. ഞാൻ അതുകൊണ്ട് പറയുകയല്ല. ഞാൻ പഠിച്ച, ഞാൻ മനസ്സിലാക്കിയ, ഞാൻ അറിഞ്ഞ ഇസ്ലാം മതത്തെ ഞാൻ പങ്കുവെക്കുകയാണ്. ആ ഇസ്ലാം മതത്തിന്റെ വിശുദ്ധ പ്രവാചകന്റെ തത്വദീക്ഷയുള്ള ജീവിതത്തെ ആസ്ഥാനമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടന എന്ന അർത്ഥത്തിലാണ്